ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൊത്തി അരിയുകയും ചെയ്യാം. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിൻ്റെ അപ്പത്തിൻ്റെയൊക്കെ പൊടി, തരിയില്ലാത്ത പൊടി എടുക്കണം. ഉപ്പിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിനൊക്കെ എങ്ങനെയാണോ കുഴയ്ക്കുന്നത് അതുപോലെ തന്നെ. അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കൊഴുക്കട്ടയാണ്. ക്യാരറ്റ് ഫില്ലിംഗ് കൊഴുക്കട്ട. ഞാനിപ്പം അരിപ്പൊടിയിലേക്ക് ആവശ്യമായ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി അത് കൈയും കൊണ്ട് കുഴയ്ക്കാൻ വേണ്ടി കുറച്ചൊന്ന് തണുക്കട്ടെ. ആ സമയം നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ശർക്കര പാനി ഒഴിക്കാം. ശർക്കര നേരത്തെ പാനിയാക്കി അരിച്ചു വെച്ചിരുന്നതാണ് ഒഴിക്കുന്നത്. ഇതൊന്ന് തിളച്ച് കുറുകി വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഈ സമയം ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇടാം. ഇനി ഈ ക്യാരറ്റ് ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരണം. അടിയിൽ പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിൻ്റെ പുറകെ നമുക്ക് ഏലക്കാപ്പൊടിയോ ഏലക്കയോ ഇടാവുന്നതാണ്. ഒപ്പം ഒരു ലേശം ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഒരു പിടി തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. തേങ്ങ ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്തില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. ഇനി ഈ തേങ്ങയും കൂടി ഇടുമ്പോൾ ഒന്നും കൂടെ ആ ശർക്കര പാനി ഒന്ന് ലൂസാവും. അപ്പോൾ അതെല്ലാം കൂടെ കിടന്ന് ഒന്ന് വെന്ത് കുറുകട്ടെ. ഈ സമയം നമുക്ക് മാവ് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ആ കൊഴുക്കട്ടയുടെ ഉള്ളിൽ വയ്ക്കാനുള്ള ഫില്ലിങ് റെഡിയായി. ഇത്രയും മതി. ഇനി ഇതൊന്ന് തണുക്കുമ്പോഴേക്കും ഒന്നുകൂടി ഇത് കുറുകി കിട്ടും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഓരോ കൊഴുക്കട്ടയ്ക്ക് ഉള്ളിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ക്യാരറ്റ് ഫില്ലിംഗ് എല്ലാത്തിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വേവിക്കാൻ പോവാണ്. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് വെന്തോന്ന് നോക്കാം. തേങ്ങയും ശർക്കരയും ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണോ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. തേങ്ങ അല്ല ഇതിൻ്റെ ഉള്ളിലെന്ന് ആരും പറയത്തില്ല. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഫില്ലിംഗ് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് കഴിച്ച് നോക്കാം. ഇത് കൊഴുക്കട്ടയായോ ഇലയടയായിട്ടോ എങ്ങനെയെങ്കിലും കുട്ടികൾക്ക് തേങ്ങ ഇല്ല എന്ന് വിചാരിച്ച് ഉണ്ടാക്കി കൊടുക്കാതിരിക്കേണ്ട. ക്യാരറ്റ് ഉണ്ടെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്